ഗായ്സ്, വെൽക്കം ബാക്ക്. പുഷ്പയാടാ താഴത്തില്ല റിവ്യൂമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വീഡിയോയിലുള്ളിലേക്ക് പോകുന്നതിന് ഒരു ചെറിയ കാര്യം, ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുഷ്പ ഇസ് ഓവറേറ്റഡ് മൂവി എന്ന് പറഞ്ഞിട്ടായിരുന്നു വീഡിയോ. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം, മസ്റ്റ് വാച്ചാണ്. സിനിമ കണ്ടതിന് ശേഷമോ അതിന് കാണുന്നതിന് മുമ്പോ ആയിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ വീഡിയോയിലുള്ളിലേക്ക് പോവാം. അവർ ഗൈസ് റെഡി? ബാ. പുഷ്പ 2 ഫസ്റ്റ് ഹാഫ് പറയുകയാണെങ്കിൽ അല്ലു അർജുൻ്റെ എൻട്രി നല്ല കിടിലൻ എൻട്രി ആയിരുന്നു. അത് നല്ല ഒന്നൊന്നര ഫൈറ്റിലൊക്കെയാണ് തുടങ്ങുന്നത്. അത് അടിപൊളിയായിരുന്നു. കുറച്ച് ഓവറാണ്, പക്ഷെ എന്നാലും അടിപൊളിയായിരുന്നു. ഈ സിനിമയ്ക്ക് അല്ലു അർജുന് 2 എൻട്രി ഉണ്ട്. ആ എൻട്രി നിങ്ങൾക്ക് പടം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും അതെന്തായിരുന്നു എന്ന്. ആലോചിച്ച് നോക്കണം, എളുപ്പമാണ്, കിട്ടും. ഫസ്റ്റ് ഹാഫിൽ എൻട്രിക്ക് ശേഷമുള്ളതൊക്കെ കുറച്ച് ഓവറാണ്. പൈസയുടെ ഒക്കെ അഹങ്കാരവും ആ റിച്ച്നെസ്സൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. കുറച്ച് നല്ല പവർ കൂട്ടി നിൽക്കുന്ന സമയത്ത് ഇമോഷനൊക്കെ കാണിച്ച് അതൊന്ന് കുറയ്ക്കും, വീണ്ടും പവർ കൂട്ടും, ഇമോഷനൊക്കെ കാണിച്ച് താഴോട്ട് വരും, വീണ്ടും. അങ്ങനെയാണ് ഫുൾ പടം മൊത്തം അങ്ങനെ തന്നെയാണ് പോണത്. പിന്നെ നമ്മുടെ SP സാർ ഷിഖാവത്ത്, ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടർ. പുഷ്പയെ തോൽപ്പിക്കാനൊന്നും ഷിഖാവത്ത് സാറിന് പറ്റത്തില്ല മോനെ. അത് കണ്ടു നോക്കിയാൽ തന്നെ മനസ്സിലാകണം. അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നില്ല ഫഹദിന്. എനിക്ക് കുഴപ്പമില്ല, ഓക്കെ എന്ന് വേണം പറയാൻ പറ്റുള്ളൂ. ഫഹദിൻ്റെ ക്യാരക്ടർ, ഫഹദ് വരുന്നതൊക്കെ നല്ല രസം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പുഷ്പയാണ് ഫുൾ ടൈം പുഷ്പ 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 എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഫസ്റ്റിൽ കുഴപ്പമില്ലാത്ത രീതിയാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത്. ഇൻട്രോൾ പഞ്ചൊക്കെ ഒരു രസമുണ്ട്. നമുക്കൊരു പുഷ്പ അപ്പം കാണിച്ചു തരും എന്നൊക്കെ തോന്നുന്ന രീതി തന്നെ ഉള്ളൂ. ഇൻട്രോൾ പഞ്ചൊക്കെ ഓക്കെയാണ്, ഒരു വലിയ ഹൈപ്പ് എന്ന് പറയാനില്ല. എന്നാലും നമുക്ക് മനസ്സിലാവും പുഷ്പ അങ്ങനെ താഴത്തില്ലെന്നൊക്കെ. അപ്പം അതൊക്കെ നോക്കുമ്പോൾ ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്. പാർട്ടി ഉണ്ട് പുഷ്പ, പാർട്ടി ഉണ്ട്. സെക്കൻഡ് ഹാഫും ഫഹദും SP സാറും പുഷ്പയും തമ്മിലുള്ള ഒരു ക്ലാഷൊക്കെയാണ് സെക്കൻഡ് ഹാഫ് കാണിക്കുന്നത്. അത് അങ്ങനെ തന്നെ പറഞ്ഞു പോവും. അതിൽ കൂടുതൽ ഫഹദിനെ മൊത്തം അങ്ങനെ ഫഹദിനെ അങ്ങോട്ട് SP സാറിനെ അങ്ങോട്ട് കാണിച്ചിട്ടില്ല. ഫുൾ ടൈം പുഷ്പയാണ്, സ്ക്രീൻ നിറച്ച് പുഷ്പയാണ്. ഫഹദൊക്കെ പറഞ്ഞ് ഇച്ചിരി കണ്ടൊരു നമ്മുടെ നാരങ്ങയുടെ ഒക്കെ അകത്തുള്ള കുരുവ. ഫഹദിനെ അങ്ങോട്ട് അത്ര നല്ല ക്യാരക്ടറായിട്ട് അത്ര എനിക്ക് അങ്ങോട്ട് സൂചിച്ചില്ല ഫഹദിൻ്റെ ക്യാരക്ടർ. ബട്ട് ഫുൾ ടൈം പുഷ്പ ഇസ് എ കിങ്. രാജാവാണ് പുഷ്പ സെക്കൻഡ് ഹാഫിൽ, രാജാവ്. പിന്നെ അത് അങ്ങനെ തന്നെയൊക്കെ പറഞ്ഞങ്ങ് പോവും. ഇതിൻ്റെ ഒരു ക്ലൈമാക്സിൻ്റെ ഒരു ഭാഗമാകുമ്പോൾ ഈ സെക്കൻഡ് ഹാഫിൽ ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് KGF സലാറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫൈറ്റായിരുന്നു. KGF സലാർ അങ്ങനെയും പറയാം. പക്ഷെ സലാറാണ് കൂടുതൽ നിൽക്കുന്ന ഒരു സലാറിലെ ഏതൊരു ഫൈറ്റാണ് കഥയെ മാറ്റുന്നത്, അതേപോലത്തെ ഒരു ഫൈറ്റാണ് പുഷ്പയുടെ അവസാനത്തെ കാണിക്കുന്ന ഒരു ഫൈറ്റ് സീന്. തക്ക എന്നാണ് ആ ഫൈറ്റിൻ്റെ പേരെങ്ങാനും പറയുക. ആ ഫൈറ്റ് എന്തായാലും അത് കുറച്ച് എനർജിയും, ആ ഫുൾ സിനിമയുടെ എല്ലാ എനർജിയും ഒരു ഫൈറ്റിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും, അതാണ്. അതും ഇമോഷൻ തന്നെയാണ്. പിന്നെ നിങ്ങൾ ഈ സിനിമ ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരിക്കും സിനിമയുടെ എൻഡ് വരുന്നത്. അത് എനിക്ക് ഭയങ്കര ഏതൊക്കെ ചിന്തിച്ചു പോയി പെട്ടത്. ഇവരെ കാണിച്ച ഹൈപ്പൊക്കെ ഉണ്ടല്ലോ, ട്രെയിലറിന് ഇറങ്ങിയ സമയത്ത് പ്രൊമോഷനൊക്കെ കാണിച്ച ഹൈപ്പും, പിന്നെ നമ്മുടെ രാജമൗലിയൊക്കെ വന്ന് പറഞ്ഞ ഹൈപ്പും, എല്ലാവരും ഈ പടത്തിന് അങ്ങോട്ട് ഓവറായിട്ടൊരു എക്സ്പെക്റ്റേഷൻ തന്നിരുന്നല്ലോ. അതിനുള്ള വകയൊന്നും ഈ സിനിമയ്ക്കകത്തില്ല. അത്ര എക്സ്പെക്റ്റേഷൻ ഒന്നും വെക്കണ്ട. പക്ക ഞാൻ പറയുകയാണെങ്കിൽ KGF സലാറും മിക്സ് ചെയ്തിട്ടൊരു സാധനമാണ് ഈ പുഷ്പ എന്ന് പറയണത്. മൊത്തത്തിൽ ഓവറോൾ സിനിമ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല.
കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ഇത് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തതാണ്. കാരണം എനിക്കിത് ട്രെയിലറും എല്ലാം കേട്ടപ്പോൾ തന്നെ മനസ്സിലായതാണ്. ആ വീഡിയോനകത്ത് പറയുന്നതൊക്കെ സംഭവിച്ചിട്ടുള്ളൂ. ഭർത്താവ് ഭാര്യയുടെ വാക്ക് കേട്ട എന്താ ഉണ്ടാവാന്ന് അയാൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. അല്ലു അർജുൻ കുറച്ചും കൂടെ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. കിസ് 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 കസക് കിസ് എടടാ 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 ആ പാട്ടുണ്ടല്ലോ, അത് എന്തിനാണ് കിസ് കിസ് എന്നുള്ള ആ പാട്ട് എന്തിനാണ് അങ്ങനെ യൂസ് ചെയ്ത്, ആ പാട്ടിന് എന്താണ് അങ്ങനത്തെ ലിറിക്സ് ഒക്കെ വന്നതെന്ന് പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് വളരെ വളരെ വല്ലാത്തൊരു കിസ് കിസ് ആയിപ്പോയി. പിന്നെ ഫീലിങ്സ്, അത് വല്ലാത്ത ഫീലിങ്സ് ആയിപ്പോയി. അതാണ് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നി. എല്ലാ പാട്ടിനും അതിൻ്റെതായ അർത്ഥങ്ങൾ വെച്ചിട്ട് തന്നെയാണ് അത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഈ KGF സലാർ മൂവീസൊക്കെ കണ്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നാൽ പുഷ്പയും തിയേറ്ററിൽ പോയി കാണാം. അതുപോലെയൊക്കെ തന്നെയാണ് പുഷ്പ 2 ഉള്ളൂ. അപ്പോൾ അതാണ് ഗൈസ് എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ അങ്ങ് അമർത്തിയിരിക്കണം. അപ്പോൾ എല്ലാ പുഷ്പയ്ക്കും ബൈ ബൈ. ഫയർ എന്നല്ലേ? വൈൽഡ് ഫയർ.